قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. صدق الله العظيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം ലഭിക്കണം എന്നുള്ളത്. ആ സ്വർഗത്തെക്കാൾ മഹത്തരമാണ് അള്ളാഹുവിന്റെ റിള, അവന്റെ തൃപ്തി ലഭിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി, അവന്റെ പൊരുത്തം, അവന്റെ റിള ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നമസ്കാരവും മറ്റിതര ആരാധനകളും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ആളുകൾ അള്ളാഹുവിന്റെ റിള പിന്തുടർന്നവൻ ദൈവകോപവുമായി മടങ്ങി വന്നവനെ പോലെയാണോ? അവന്റെ താവളം നരകമാണ്. അതെത്ര ചീത്തയായ സങ്കേതം. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യുന്നത്, അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്, വാഗ്ദത്തം ചെയ്യുകയാണ്. അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം, തോട്ടം. ഖാലിദീന ഫീഹാ, മുഅ്മിനീങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത, കൈമോശം വന്നു പോകാത്ത വലിയ അനുഗ്രഹമാണ്. വമസാകിന തയ്യിബത്തുൻ ഫീ ജന്നാത്തി അദ്ൻ, ആ നിത്യ സ്വർഗത്തിൽ ഒരു പാർപ്പിടം ഉണ്ട്. വരിദ്വാനുൻ മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ പ്രീതി എന്ന് പറയുന്നതാണ് എല്ലാറ്റിനേക്കാളും വലുത്. അള്ളാഹുവിന്റെ റിള എന്ന് പറയുന്നതാണ്, അവന്റെ പൊരുത്തം കിട്ടുക എന്ന് പറയുന്നതാണ് എല്ലാറ്റിനേക്കാളും വലുത്. അത് മഹത്തായ വിജയമാണ്. ദാലിക, അത് ഹുവൽ ഫൗസുൽ അദീം, വളരെ ശ്രേഷ്ഠമായ മഹത്തായ വിജയമാകുന്നു എന്നാണ്. ഇനി ഒരാൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അതിനേക്കാൾ വലിയൊരു നഷ്ടം പിന്നെ പറ്റാനില്ല.
എല്ലാ നിസ്കാരക്കാർക്കും അള്ളാന്റെ തൃപ്തിയൊന്നും ഉണ്ടാവില്ല. എല്ലാ നോമ്പുകാർക്കും റബ്ബിന്റെ ഇള കിട്ടൂല. എല്ലാ ദാനധർമ്മം ചെയ്തവർക്കും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടൂല. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഖസറത് ദുനിയ വ ഖസറൽ ആഖിറ. അവർക്ക് ഈ ലോകവും നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. ഈ ലോകത്ത് അവർ മുഅ്മിനീങ്ങളുടെ കൂടെ പലതും വേണ്ടെന്ന് വെച്ചു, പക്ഷെ അവർക്ക് അതുകൊണ്ട് ദുനിയാവ് പോയി. ഇവിടെ വർണ്ണശബളമായ നിറപ്പ കിട്ടാറുന്ന പലതും അവർ വേണ്ടെന്ന് വെച്ചു. പക്ഷെ പരലോകത്ത് ചെന്ന് നോക്കുമ്പോ ഇവിടെ അത് ഉപേക്ഷിച്ചതിന്റെ ഫലമൊന്നും അവിടെ ഇല്ല, അവിടെയും നഷ്ടപ്പെട്ടു. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നത് അമലുകൾക്ക് ശിർക്ക് വന്നു പോകുമ്പോഴാണ്. അങ്ങനെ സംഭവിക്കുന്നത് ഇഖ്ലാസ് നഷ്ടപ്പെട്ട് റിയാദ് വന്നു പോകുമ്പോഴാണ്. അങ്ങനെ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കേണ്ടിടത്ത് മറ്റു പലതും പ്രതീക്ഷിക്കുമ്പോഴാണ്, അതിൽ പങ്കു ചേർക്കുമ്പോഴാണ്. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ പിന്നെ വേറെ ഒന്നുകൂടി ആഗ്രഹിക്കാൻ പാടില്ല. നല്ല അഭിപ്രായങ്ങളോ ആളുകളിൽ നിന്നുള്ള പ്രശംസയോ ഒക്കെ ആഗ്രഹിച്ചു പോയാൽ അത് തീ വിറകിനെ തിന്നുന്നത് പോലെ അമലുകളെ നശിപ്പിച്ചു കളയും എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റിള ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടമാണ്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുടെ തൃപ്തിയാണ് പരിഗണിക്കാറുള്ളത്? നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കല്ലോ. പിന്നെ നേരം വെളുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലോ. പള്ളിയിലേക്ക് വരുന്നത് വരെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാതിരുന്നിട്ടുണ്ടാകും. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതും പ്രധാനമാണല്ലോ. ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തത്? ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യാതിരുന്നത്? ആരുടെ അഭിനന്ദനം, ആരുടെ പ്രോത്സാഹനം, ആരുടെ ആക്ഷേപം ആണ് നമ്മൾ പരിഗണിച്ചത്? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും പറയാറുള്ളത് നാട്ടുകാരെന്ത് വിചാരിക്കുന്നതാണ്, അവരെന്ത് കരുതും, ഇവരെന്ത് കരുതും. നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ, തമ്പുരാന്റെ കൽപ്പന പാലിക്കണമെന്ന് പറയുമ്പോൾ, നന്മ വേണമെന്ന് പറയുമ്പോൾ, നീതി പാലിക്കണമെന്ന് പറയുമ്പോൾ, വിനയം വേണമെന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പൊങ്ങച്ചമുണ്ടാകാൻ പാടില്ല, ആർഭാടമുണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ലാളിത്യം വേണമെന്ന് പറയുമ്പോൾ, പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യം അവരെന്ത് കരുതും, മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും എന്നാണ്. എന്നാൽ അള്ളാഹു എന്നെ കുറിച്ച് എന്ത് കരുതും? സുബ്ഹാനല്ലാഹ്, നമ്മൾ അതല്ലേ നയിക്കേണ്ടത്. അള്ളാഹു എന്താണ് കരുതുക എന്നെ കുറിച്ച്? പടച്ച റബ്ബ് എനിക്കെല്ലാം തന്നല്ലോ, കയ്യും കാലും കണ്ണും മൂക്കും എൻ്റെ ശരീരവും ആരോഗ്യവും. അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ എണ്ണിക്കണക്കാക്കാൻ പറ്റൂല എന്നാണ്. എൻ്റെ സ്ഥിരബുദ്ധി, ഓർമ്മശക്തി, ഇതൊക്കെ ആർക്കെങ്കിലും തരാൻ പറ്റുമോ? ഒരു വൈദ്യശാസ്ത്രത്തിനും തരാൻ പറ്റൂല. ഒന്നും തരാൻ പറ്റൂല. നിന്ന നിൽപ്പിൽ തന്നെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്ന് വിചാരിക്കുക. നമ്മുടെ ഓർമ്മയുടെ അറയിൽ നിന്ന് അതങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. എന്ത് ചെയ്യും? നമ്മൾ കാണുന്നില്ലേ അത്തരം പരീക്ഷണങ്ങളെ? നമ്മുടെ ഇടയിൽ കാണുന്നില്ലേ? പ്രായം അതിനൊരു പ്രശ്നമാണോ? മറ്റെന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ളവർ അതിൽ നിന്ന് മുക്തരാണോ? അങ്ങനെ ഈ നിമിഷം വരെ അതിൽ പെടാതെ നമ്മൾ മുന്നോട്ട് പോയി. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. ആ പടച്ച റബ്ബ് എന്നെ കുറിച്ച് എന്ത് കരുതും? എനിക്ക് അള്ളാഹു ആരോഗ്യം നൽകി. രാവിലെ എഴുന്നേൽക്കാൻ എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിലൊക്കെ വേഗം എഴുന്നേറ്റ് ട്രെയിനിന്റെ സമയമാകുമ്പോഴേക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു അല്പം നേരത്തെ എത്താൻ എനിക്ക് കഴിയും. അത് 4 മണിന്റെ ട്രെയിൻ ആണെങ്കിലും 3:30 ട്രെയിൻ ആണെങ്കിലും ഒക്കെ കഴിയും. അങ്ങനെ കഴിവുള്ള എനിക്ക് സുബഹിക്ക് പള്ളിയിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ എന്റെ റബ്ബ് എന്നെ കുറിച്ച് എന്ത് കരുതും? അങ്ങനെ ചിന്തിക്കട്ടെ നമ്മള്.
എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി, എൻ്റെ വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി, അങ്ങനെ ഞാനുമായി ബന്ധപ്പെട്ട എനിക്ക് വേണമെന്ന് തോന്നുന്ന കാര്യത്തിനൊക്കെ ഞാൻ സമ്പത്ത് ചെലവഴിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന സമ്പത്ത് അവനിച്ഛിക്കുന്ന മാർഗത്തിൽ ദീനിയായ സംരംഭങ്ങൾക്ക് നൽകാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ നാഥൻ എന്നെ കുറിച്ച് എന്ത് കരുതും? അപ്പൊ ആളുകൾ എന്ത് കരുതും എന്ന് വിചാരിക്കുന്നത് മാറി അള്ളാഹു എന്ത് കരുതും എന്ന വിചാരം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി തേടുന്നവരാവുക. ഇത് രണ്ടും കൂടി സാധ്യല്ല കേട്ടോ. അള്ളാഹു ഒരാൾക്കും രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യന്റെയും ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും തൃപ്തിപ്പെടുത്തുക, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തവരെയും തൃപ്തിപ്പെടുത്തുക, ഇത് രണ്ടും കൂടി നടക്കൂല. നമ്മൾ ചിലപ്പോ അങ്ങനെ വിചാരിക്കും, ഉള്ളൊക്കെ വേണം, ദീനും വേണം, എന്നാ ദുനിയാവും വേണം, ദുനിയാവിന്റെ ആൾക്കാരും വേണം, എനിക്ക് ആരും ഒഴിവാക്കാൻ പറ്റൂല, എല്ലാവരും വേണം, അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോവാം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹ്ക്ക് തൃപ്തിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അള്ളാഹുവിനെയും തൃപ്തിപ്പെടുത്തുക, ശൈത്താനെയും തൃപ്തിപ്പെടുത്തുക, അത് നടക്കൂല. അള്ളാഹുവിന്റെ ഹൃദയം ഉണ്ടാവുക, ശൈത്താന്റെ ഹൃദയം ഉണ്ടാവുക, അത് ഉണ്ടാവൂല. ആ ശൈത്താനീയത്തുമായിട്ട് നടക്കുന്നവരുണ്ടാകും ഭൂമിയിൽ. അവരും എന്നെ തൃപ്തിപ്പെടണം. അഹങ്കാരികളും ആർഭാടത്തിന്റെ ആളുകളും പൊങ്ങച്ചക്കാരായ ആളുകളും ജാഹിലിയത്തിന്റെ ആളുകളും ദൈവനിഷേധികളായ ആളുകളും എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണം. അങ്ങനെ പറയൂല, അങ്ങനെ പറയൂല. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രൂപ വേണമോ, അള്ളാഹുവിന്റെ തൃപ്തി വേണമോ, അള്ളാഹുവിന്റെ പൊരുത്തമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനുള്ള പണിയെടുക്കണം. അപ്പോൾ അള്ളാഹു പൊരുത്തപ്പെട്ട ആൾക്കാരുടെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടും എന്നല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാത്ത ഹിസ്ബു ശൈത്താൻ, ശൈത്താന്റെ ആൾക്കാരുടെ തൃപ്തി കിട്ടുകയില്ല. പൊങ്ങച്ചക്കാരായ ആളുകൾ നിങ്ങളെ കുറിച്ച് പറയുക നിങ്ങൾ പിശുക്കന്മാരാണ് എന്നാണ്. ആർഭാടത്തിന്റെ ആളുകൾ നിങ്ങളെ കുറിച്ച് പറയുക അവൻ പണം ചെലവഴിക്കാത്ത ലുബ്ധനാണ് എന്നാണ്. കാരണം ആർഭാടത്തോടെ ജീവിക്കുന്നവന്റെ കണ്ണിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ആർഭാടം നടത്തലാണ്. ശിർക്ക് ചെയ്യുന്നവന്റെ മുന്നിൽ ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറയുന്നത് ശിർക്ക് ചെയ്യലാണ്. തോന്നിവാസങ്ങൾ കളിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾ നല്ല ആളാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളും തോന്നിവാസം കളിക്കലാണ്. ജീവിതത്തിന്റെ അതിരുകളും വരമ്പുകളും മറന്നുപോയ ഒരു കൂട്ടരുടെ മുമ്പിൽ നിങ്ങൾ അച്ചടക്കമില്ലാതെ ജീവിക്കുമ്പോഴാണ് VIP കളായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അവരെയും തൃപ്തിപ്പെടുത്തണം, അള്ളാഹുവിനെയും തൃപ്തിപ്പെടുത്തണം. അത് സാധ്യമല്ല, ഒരാൾക്കും അതിന് കഴിയില്ല. ആക്ഷേപകന്മാർ ആക്ഷേപിച്ചു കൊള്ളട്ടെ, ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ വെറുപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആളുകളോട് ഇഷ്ടത്തോടെ പെരുമാറണം, വിനയത്തോടെ പെരുമാറണം, അടുപ്പത്തോടെ പെരുമാറണം. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞല്ലോ, നീ വളരെ സൗമ്യ പ്രകൃതമാണ്. അങ്ങനെ നീ നല്ല സൗമ്യമായി പെരുമാറുന്നവനായതുകൊണ്ടാണ് നിന്റെ ചുറ്റിലും ആള് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ എന്നേ പിരിഞ്ഞു പോയേനെ. ആളുകളോട് സംസാരിക്കുമ്പോൾ കാർക്കശ്യത്തോടു കൂടി സംസാരിക്കാൻ പാടില്ല. അവരെത്ര മോശക്കാരായാലും അവരോട് മോശമായി സംസാരിക്കരുത്. നന്നായിട്ട് സംസാരിക്കണം, നന്നായിട്ട് പെരുമാറണം. ആർഭാടത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ, ശൈത്വാനീയത്തിന്റെ, ജാഹിലിയത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, നാസ്തികതയുടെ, ലിബറലിസത്തിന്റെ അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് അവര്. അവരുടെ ആ ആശയത്തെയാണ് നിങ്ങൾ വെറുക്കേണ്ടത്. അവരെ വെറുക്കരുത്. അവര് നാളെ നന്നാവേണ്ടവരാണ്. അവര് സിറാത്തുൽ മുസ്തഖീമിലേക്ക് കടന്നു വരേണ്ടവരാണ്.
നിങ്ങളുടെ പെരുമാറ്റത്തിലെ നന്മ കൊണ്ട്, ഇടപാടുകളുടെ ശ്രേഷ്ഠത കൊണ്ട് അവരും നാളെ അള്ളാഹുവിന്റെ ഈ സന്മാർഗത്തിലേക്ക് കടന്നു വരണം എന്ന നിലയിൽ സൗമ്യമായി വേണം നിങ്ങൾ പെരുമാറാൻ. അതിൽ തർക്കമല്ല. പക്ഷേ നിങ്ങൾ ദേഹേച്ഛയെ അനുസരിക്കുന്നവരാകരുത്. ദേഹേച്ഛയെ ഇലാഹാക്കുന്നവനെ നീ കണ്ടില്ലേ? അവർക്ക് അല്ലെന്നല്ല ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയും. അതൊരു സൗകര്യത്തിന് പറയുന്നതാണ്. അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹുമില്ല എന്നവർ പറയും. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ഇലാഹ് ആരായിരിക്കും? ഈ ഭൂമിയിൽ വെച്ച് ആരാധിക്കപ്പെടുന്നതിൽ ഏറ്റവും മോശപ്പെട്ടത് ഹവയാണ്, ദേഹേച്ഛയാണ്. ഈ ഭൂമിയിൽ വെച്ച് ആരാധിക്കപ്പെടുന്ന, നമ്മൾ വിചാരിക്കും വിഗ്രഹങ്ങളാണ്, പ്രതിഷ്ഠകളാണ്. അതൊക്കെ തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ അതൊന്നുമല്ല ഏറ്റവും മോശപ്പെട്ട ഇലാഹ്. ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവയിൽ ഏറ്റവും മോശപ്പെട്ട ഇലാഹ് ഹവയാണ്, ദേഹേച്ഛയാണ്, തന്നിഷ്ടമാണ്. എന്താ ഈ അങ്ങനെ ചെയ്തത്? അത് ഞാൻ അങ്ങനെ ചെയ്യാം, അതെന്റെ ഇഷ്ടമാണ്, നീ ആരാ ചോദിക്കാൻ? ഇങ്ങനെ ചെലവഴിക്കാൻ പാടുണ്ടോ? ഞാൻ നയിച്ചുണ്ടാക്കിയതല്ലേ, നിനക്കെന്താ പ്രശ്നം? നീ എന്നെ വരാഞ്ഞത്? എനിക്ക് സൗകര്യമില്ലായിട്ട്. ഇങ്ങനെയുണ്ടല്ലോ മറുപടികൾ. അപ്പോൾ ആരാണ് ഇവനെ നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദേഹേച്ഛയാണ് നയിക്കുന്നത്, സ്വന്തം ഇഷ്ടം. അതിൽ നിന്ന് മാറുകയില്ല. ഇതെന്റെ ശീലമാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നാണ് പറയാ. ഇതെന്റെ ശീലമാണ്, ഞാൻ ഇങ്ങനെയാണ്, നീ എന്നെ നന്നാക്കാനൊന്നും നീ വരണ്ട എന്ന ധിക്കാരമാണ് ഉപദേശിക്കുന്നവരോട്, നസിഹത്ത് നടത്തുന്നവരോട്, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരോട്. അങ്ങനെയാണ് അവർ പറയുക. പക്ഷെ അവരങ്ങനെ പറഞ്ഞാലും വീണ്ടും അവർ നന്മയിലേക്ക് ക്ഷണിക്കണം. കാരണം എപ്പോഴാണ് അവരുടെ മനസ്സിൽ മാറ്റമുണ്ടാവുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി തേടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തി തേടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചില്ലേ? നിന്ന് നിസ്കരിക്കുക രാത്രി. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണത്. നിന്ന് 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 കാലിൽ നീർകെട്ടി ആകെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണ ചോദിക്കുകയാണ്, അള്ളാഹിന്റെ ദൂതരെ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഒക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അഫലാകൂന അബ്ദൻ ശുക്റ യാ ആയിഷ. അല്ല ആയിഷ, എനിക്ക് നന്ദിയുള്ളൊരു അടിമയാവണ്ടേ? അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെ റസൂലാക്കിയിരിക്കുന്നു, എനിക്ക് വലിയ പദവി നൽകിയിരിക്കുന്നു, എന്നെ മഹാനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കല്ല. കഠിനാധ്വാനം ചെയ്യുക, എല്ലാതും അധ്വാനിക്കുക, രാവും പകലും കഷ്ടപ്പെടുക. ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലാക്കാൻ വല്ല പഴുതും കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ്. അള്ളാഹ് തന്നെ പറഞ്ഞു, നീ നിന്റെ ശരീരം തന്നെ നശിപ്പിക്കല്ല റസൂലെ, താങ്കളെ തന്നെ നശിപ്പിക്കും വിധം ആവല്ല എന്ന് അല്പമൊന്ന് കുറച്ചോളൂ. അവരെ സന്മാർഗത്തിലാക്കാനൊന്നും അങ്ങേ കൊണ്ട് കഴിയില്ല, പറഞ്ഞു കൊടുക്കാനേ പറയൂ. ഇന്ന കാഞ്ചൽ മുതയ്ക്ക് മുന്നറിയിപ്പുകാരൻ മാത്രമാണ് താങ്കൾ, അവരങ്ങ് മാറ്റിക്കളയാനൊന്നും ആവില്ല എന്നൊക്കെ സമാധാനിപ്പിക്കുവാൻ അള്ളാഹു ആയത്തുകൾ ഇറക്കി. അത്രത്തോളം അധ്വാനിക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ്? അള്ളാഹുവിന്റെ റിള ലഭിക്കണം, തൃപ്തി കിട്ടണം. സഹാബികളൊക്കെ അങ്ങനെയായിരുന്നു, കഠിനാധ്വാനം ചെയ്യായിരുന്നു അവരെല്ലാവരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്നതിന് തടസ്സമായത് എന്താണ് എന്റെ ജീവിതത്തിലുള്ളത്? അത് ചിലപ്പോൾ മൊബൈൽ നോക്കലായിരിക്കും. മൊബൈൽ ആവശ്യത്തിനുള്ള ഒരു സാധനമാണ്, വളരെ ഉപകാരപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് റബ്ബ് നമുക്ക് ചെയ്തു തന്ന വലിയൊരു നിയമത്താണ്. ഒരുപാട് പണി അതുകൊണ്ട് നടക്കും. പക്ഷെ ഞാൻ ചെയ്യുന്ന പണി ഇപ്പം എന്താണ്?
അള്ളാഹ്ക്ക് പൊരുത്തുള്ളതാണോ? അതിലൂടെ ഞാൻ റബ്ബിന് പൊരുത്തുള്ളതാണോ? ഞാൻ ഇപ്പം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടി വന്നാൽ പടച്ചോന്റെ പൊരുത്തത്തിലാണോ എനിക്ക് പോകാൻ കഴിയുക എന്ന് ഓരോ കാര്യം ചെയ്യുമ്പോഴും നോക്കണം. അപ്പൊ ചിലപ്പോ എന്റെ സമ്പത്ത് ചെലവഴിക്കലായിരിക്കും, എന്റെ സമ്പാദ്യമായിരിക്കും, ആൾക്കാരോടുള്ള എന്റെ പെരുമാറ്റമായിരിക്കും, ഭാര്യയോടും മക്കളോടുള്ള എന്റെ പെരുമാറ്റത്തിൻ്റെതായിരിക്കും എന്റെ പ്രശ്നം. അള്ളാന്റെ പൊരുത്തം കിട്ടാത്ത രീതിയിൽ ഉള്ള എന്താണ് എന്റെ ജീവിതത്തിൽ ഉള്ളത്? ഇത് നമ്മൾ പരിശോധിക്കുക. ആത്മപരിശോധന. സ്വന്തത്തെ കുറിച്ചാണ് വേറെ ആരെ പറ്റിയല്ല നോക്കേണ്ടത്. ഇബ്ലീസ് നമ്മൾക്ക് തോന്നിപ്പിച്ചത് എന്താണെന്നറിയോ? ബാക്കിയുള്ളവരൊക്കെ നോക്കാനാണ്. ഓരെങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, ഓരെങ്ങനെയാന്നൊക്കെ ഓര് നോക്കട്ടെ, ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ നോക്കുക. ഇതിപ്പോ ഞാൻ എന്നോട് പറയണം, ഉറക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കാന്ന് വിചാരിച്ചാൽ മതി. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്നതിന് തടസ്സമായത് എന്താണ്? എൻ്റെ ഉറക്കാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിയന്ത്രിക്കണം. പലതും ഉണ്ടാവും. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്നതിന്റെ തടസ്സമുള്ളത് എന്താ? അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, എല്ലാവർക്കും ഒരുപോലെയല്ല. അതിനെ വൃത്തിയാക്കുക, ഈമാൻ. അങ്ങനെ വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക എന്നത് ഈമാനിന്റെ പാതിയാണ്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തി തേടലാണ്. എല്ലാ പ്രാർത്ഥനയും അള്ളാഹിന്റെ പൊരുത്തം തേടലാണ്. ഇനി അങ്ങനെ ഒരാൾക്ക് അള്ളാഹിന്റെ പൊരുത്തം കിട്ടിയെന്ന് വിചാരിക്കുക, പിന്നെ അയാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പടച്ച തമ്പുരാൻ തടഞ്ഞത് തരാൻ ആർക്കും കഴിയില്ല. അള്ളാഹു തന്നത് തടയാനും ആർക്കും കഴിയില്ല. എത്ര വലിയ സൈന്യമാകട്ടെ, എത്ര വലിയ രാഷ്ട്രമാകട്ടെ, അവരുടെ കയ്യിൽ എന്ത് തരം ബോംബുണ്ടാകട്ടെ, പടച്ച തമ്പുരാൻ നിശ്ചയിക്കുകയാണെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല. പടച്ച തമ്പുരാൻ തരികയാണെങ്കിൽ അത് തടയാൻ കഴിയാത്ത പോലെ അവൻ തടഞ്ഞത് കൊണ്ടുവന്നു തരാനും ആർക്കും കഴിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹുവിന്റെ റിള, അവന്റെ തൃപ്തി, അത് നമുക്ക് കിട്ടണം. തന്റെ റിള തേടിയവരെ അള്ളാഹു അവന്റെ ഗ്രന്ഥം വഴി സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു. തന്റെ ഹിതത്താൽ അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോടത് പറയുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക? അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നത് അള്ളാഹു തആല എനിക്ക് തൃപ്തിപ്പെടുമ്പോഴാണ്. അത് വലിയൊരു കാര്യമാണ്. റളിയല്ലാഹു അൻഹും വറദൂ അൻ. വിജയിച്ച മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവർ അള്ളാഹിനെ കുറിച്ചും തൃപ്തരാണ്, അള്ളാഹു അവരെ കുറിച്ചും തൃപ്തരാണ്. പടച്ചോന്റെ വിധിയിൽ തൃപ്തിപ്പെടുക, എനിക്ക് കിട്ടിയ നിഅമത്തിൽ തൃപ്തിപ്പെടുക, അള്ളാഹുവിൽ ഞാൻ തൃപ്തിപ്പെടുക. ആവലാദികളും വേവലാദികളും വായാരങ്ങളും കൊണ്ട് ജീവിതത്തെ നിറഞ്ഞെടുത്താതിരിക്കുക. എന്തൊക്കെ നമുക്ക് കിട്ടിയാണ്, അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. എന്തിനാണ് എല്ലായ്പ്പോഴും ഇല്ലായ്മയെ കുറിച്ചും കിട്ടാത്തതിനെ കുറിച്ചും കുറവുകളെ കുറിച്ചും ഞാൻ അങ്ങനെ ആയില്ലല്ലോ, എനിക്ക് അത് കിട്ടിയില്ലല്ലോ, എനിക്ക് കുറച്ചുകൂടി വേണ്ടിയിരുന്ന, എന്തിനാണ് ഇത്ര കിട്ടിയല്ലോ എന്നെന്തേ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്, എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അയ്യൂബ് അലൈഹിസ്സലാമിന് വലിയ രോഗം വന്നു, സമ്പത്തൊക്കെ നശിച്ചുപോയി, കാർഷിക വിളകളൊക്കെ തീപിടിച്ചുപോയി, കന്നുകാലികൾക്ക് ഇടിമിന്നലേറ്റുപോയി. പ്രയാസപ്പെടുമ്പോ ഭാര്യ പറയുന്നുണ്ട്, എന്നാലും നമ്മൾ ഇങ്ങനെ. അയ്യൂബ് അലൈഹിസ്സലാം ചോദിക്കുന്നത്, അല്ല നമ്മളിപ്പോ എത്ര കൊല്ലം ജീവിച്ചു? 80 കൊല്ലം. ഇപ്പൊ ഇതൊക്കെ പറ്റിയിട്ട് എത്രയായി? കുറഞ്ഞ മാസങ്ങൾ. ഇത്രയും കാലം റബ്ബ് നമുക്ക് തന്ന നിഅമത്ത് എന്തേ നമ്മൾ മറന്നു പോണു? ഇത്രയും കാലം ഇത്രയും കാർഷിക വിളകളും കന്നുകാലികളും സമ്പത്തും സൗന്ദര്യമൊക്കെ ഉണ്ടായതെന്തേ മറന്നത്? പരീക്ഷണമാണ്. അത് നീ മറക്കണുണ്ടോ എന്നുള്ള പരീക്ഷണമാണ്. അപ്പൊ അള്ളാഹുവിൽ തൃപ്തിപ്പെടുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എല്ലായ്പ്പോഴും. അങ്ങനെ അള്ളാഹുവിൽ ലഭിച്ചതിനെ കുറിച്ച് തൃപ്തിപ്പെടുക, അള്ളാഹു നമ്മെ കുറിച്ചും തൃപ്തിപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധം നന്നാക്കാൻ വേണ്ടി കൽപ്പിച്ചവരുണ്ട് കേട്ടോ.
അവരോട് ബന്ധം നന്നാക്കുക. അതിലേറ്റവും വലിയ ഒരു ഉദാഹരണം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. ബാക്കിയുള്ളൊന്നും ഞാൻ പറയണില്ല, ഒറ്റ വാക്കിൽ അത് മാത്രം പറയാണ്. പടച്ച റബ്ബ് ബന്ധം നന്നാക്കാൻ പറഞ്ഞവരുണ്ട്. അതിലൊന്നാം സ്ഥാനം മാതാവിനും, രണ്ടാം സ്ഥാനം പിതാവിനും, കൂട്ടിപ്പറഞ്ഞാൽ മാതാപിതാക്കൾക്ക്, പിന്നെ സഹോദരി സഹോദരന്മാർക്ക്, പിന്നെ തുണകൾക്ക്, മക്കൾക്ക്, കുടുംബക്കാർക്ക്, ബന്ധുക്കാർക്ക്, അയൽവാസികൾക്ക്, അങ്ങനെ അങ്ങനെ അത് വിശാലമായിട്ട് പോവും. അവരോടൊക്കെ ബന്ധം നന്നാക്കണം. അതൊന്നും മുറിച്ചിട്ട് വന്നേക്കരുത്. എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.